ഹായ്, ഞാൻ ഐശ്വര്യ. ദി ഡോക്ടർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുടികൊഴിച്ചിൽ, അകാല നര, താരൻ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാനായി എത്തിയിരിക്കുന്നത് കോഴിക്കോട് ഒളവണ്ണയിലെ ദ ക്യൂർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോപ്പതി ക്ലിനിക്കിലെ ഡോക്ടർ വിഷ്ണുപ്രസാദാണ്. അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഹായ്, എൻ്റെ പേര് ഡോക്ടർ വിഷ്ണുപ്രസാദ്. ഞാൻ കോട്ടയം ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്ന് 2022 ഹോമിയോപ്പതി പാസ് ഔട്ടായി. 2022 മുതൽ ഈ സമയം വരെ 2.5 വർഷത്തോളം ഞാൻ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത് മുടികൊഴിച്ചിൽ, താരൻ എന്നിങ്ങനെയുള്ള അസുഖങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, ഒട്ടനവധി പേർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മുടികൊഴിച്ചിൽ എന്നുള്ളത്. മുടികൊഴിച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് പേടിപ്പെടുത്തുന്ന ഒരു അസുഖമാണ് മുടികൊഴിച്ചിൽ. ഒരുപാട് രോഗികൾ നമ്മുടെ അടുത്തേക്ക് ഓടി വന്നിട്ട്, ഡോക്ടറെ എനിക്ക് ഇത്ര കാലമായിട്ട് മുടികൊഴിച്ചിലുണ്ട്, നമ്മൾ ഒരുപാട് ഓയിലടക്കം പല ഒറ്റമൂലികളും പല ഷോർട്ട് കട്ടുകളും ചെയ്തിട്ട് പോലും മുടികൊഴിച്ചിൽ കുറയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പല രോഗികളും നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ മുടികൊഴിച്ചിലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ശരീരത്തിലെ മറ്റേത് കോശങ്ങളെ പോലെ തന്നെ മുടിയുടെ കോശങ്ങളും പല സൈക്കിളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതിനെ വളരെ ഷോർട്ടാക്കി നമ്മൾ പറയുകയാണെങ്കിൽ, ആദ്യമായി നമുക്ക് മുടിയുടെ ഒരു വളർച്ചയുടെ ഒരു ഘട്ടമുണ്ട്. ആദ്യം അത് വളരുന്നതാണ് ആദ്യത്തെ അതിൻ്റെ സൈക്കിളിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പിന്നീട് അതിൻ്റെ ഒരു മുടി വളർന്ന് ആ സെയിം ലെവലിൽ നിൽക്കുന്നതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തേതാണ് മുടി കൊയ്യുന്ന ഘട്ടം. അപ്പം മുടി കൊഴിച്ചിലെന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി ഒരു 100 മുതൽ 150 മുടി വരെ കൊഴിയുന്നത് സാധാരണയായി നോർമലായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. അതിന് നമ്മൾ ഹെയർ ഫാൾ എന്ന് പറയും. അതിൽ കൂടുതലായിട്ട് വരുന്ന മുടി കൊഴിച്ചിലിനെയാണ് നമ്മൾ ഹെയർ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളിലും ആണുങ്ങളിലും എല്ലാം നമ്മുടെ മുടിയുടെ ഉള്ളു കുറയുന്നതായിട്ട് നമുക്ക് കണ്ടു തുടങ്ങാം. ഉള്ളു കുറഞ്ഞ് പിന്നീട് നമുക്ക് തലയോട്ടി കാണാൻ പറ്റുന്ന രീതിയിലേക്ക് മുടി പൂർണ്ണമായി പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഈ ഉള്ളു കുറയുന്നതാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങളായി കാണാറുള്ളത്. ഇതിനോടൊപ്പം തന്നെയാണ് നമ്മൾ പലരും താരൻ്റെ ബുദ്ധിമുട്ടുമായിട്ട് വരുന്നത്. തലയിൽ നല്ല ചൊറിച്ചിൽ, അതുപോലെ തലയിൽ ഇങ്ങനെ വെള്ളപ്പൊടി പോലെ പോവുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമാണ് ഇതിന് അനുബന്ധമായിട്ട് വരുന്നത്. അപ്പോൾ മുടി കൊഴിച്ചിലുണ്ടായിട്ട് നമ്മൾ ഉള്ളു കുറഞ്ഞ് കഴിയുന്നതിനുള്ള പ്രത്യേക കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ നമുക്ക് പറയുന്നത് ജനറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസാണ്. ഇപ്പോൾ നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മളുടെ ഫാമിലിയിൽ മുടി കൊഴിച്ചിലുള്ളവരുണ്ടെങ്കിൽ അത് നമ്മൾക്ക് അതേ ജീന് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകാം. പ്രത്യേകിച്ച് ആണുങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്. നെറ്റി കയറുന്നതായിട്ടും മുടി കഷണ്ടി നടുവിലായിട്ട് മുടി പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നീടുള്ള വലിയൊരു കാരണമാണ് പോഷകാഹാരങ്ങളുടെ കുറവാണ്. പല വിറ്റമിനും പല പ്രോട്ടീനുകളുടെയും കുറവാണ്. ഇപ്പം നമ്മളെ ബ്ലഡിൽ അനീമിയ പോലുള്ള കണ്ടീഷനുള്ളവർക്ക് മുടി കൊഴിച്ചിൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ ഡിയുടെ കുറവുള്ളവർക്ക് മുടി കൊഴിച്ചിൽ നമ്മൾ കാണുന്നുണ്ട്. സിങ്ക്, മഗ്നീഷ്യം അങ്ങനെയുള്ള പോഷകാഹാരങ്ങളുടെ കുറവുള്ളവർക്ക് നമ്മൾ മുടി കൊഴിച്ചിൽ കാണുന്നതാണ്. അപ്പം ഈ ആഹാരത്തിൻ്റെ കുറവുള്ളവരുണ്ടെങ്കിൽ, ഇതുപോലുള്ള പ്രോട്ടീൻ വിറ്റാമിൻ്റെ കുറവുള്ളവരുണ്ടെങ്കിൽ അവർക്കത് സപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ട്രീറ്റ്മെൻ്റ് ഒരു ഭാഗമാണ്. പിന്നീടുള്ളത്, സാധാരണയായിട്ട് നമ്മുടെ പ്രായം ചെന്ന് നമ്മുടെ മുടിയുടെ ഹെൽത്ത് എല്ലാം കുറഞ്ഞ് അങ്ങനെ മുടി കൊയ്യുന്നവരുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ചില മരുന്നുകൾ, ചിലർക്ക് ഗർഭനിരോധക മരുന്നുകൾ അല്ലെങ്കിൽ ചില ചികിത്സകൾ ചെയ്യുന്ന ആൾക്കാർക്ക് ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റിൻ്റെ ഭാഗമായിട്ട് മുടി കൊയ്യുന്നത് കാണാറുണ്ട്. പിന്നുള്ളൊരു കാരണം പല രോഗങ്ങളാണ്. പല രോഗങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകാം. ഇപ്പോൾ നമുക്ക് തൈറോയിഡിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളവർക്ക് മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. അതുപോലെ PCOD പോലുള്ള കംപ്ലയിൻറ്റുകൾ ഉള്ളവർക്ക് മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. അങ്ങനെ പല രോഗാവസ്ഥകളുടെ ആദ്യത്തെ ലക്ഷണമായിട്ട് കാണിക്കുന്നത് മുടി കൊഴിച്ചിലാണ്. ഈ ലക്ഷണങ്ങളെ എന്താണ് ഈ മുടി കൊഴിച്ചിൽ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ഒരു ചികിത്സയുടെ ആദ്യത്തെ ഭാഗമെന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി നമുക്ക് എല്ലാവർക്കും അറിയാം. വൈറ്റമിൻ ഡി കുറവുള്ളവർക്ക് ഇപ്പോൾ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ് മുടി കൊഴിച്ചിൽ, ക്ഷീണം, ശരീരവേദന എന്നിങ്ങനെയൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ പലരും നമ്മളടുത്ത് വരുമ്പോൾ ഈ മുടി കൊഴിച്ചിലുള്ള പല വ്യക്തികളിലും നമ്മൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും 10 താഴെയൊക്കെ ആയിട്ട് വൈറ്റമിൻ ഡി കാണാറുള്ളത്. അപ്പോൾ അവർക്ക് നമ്മളെ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ, അവരുടെ മുടി കൊഴിച്ചിൽ മാറുകയും മുടി കൊഴിച്ചിൽ വളരെ അധികം കുറവ് വരുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ, ഇപ്പം പലർക്കും ഒരു 30 വയസ്സുകൾക്കൊക്കെ ശേഷം ഉണ്ടാകുന്ന ഹോർമോണിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഹോർമോൺ വ്യതിയാനങ്ങൾ, ഹോർമോണിലെ ചേഞ്ചുകളൊക്കെ വലിയൊരു കാരണമാണ് മുടി കൊഴിച്ചിലിനുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ആ വ്യതിയാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അതിന് വേണ്ടുന്ന ചികിത്സയാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ ചെയ്യുന്നത്. പിന്നെയുള്ള വലിയൊരു കാരണമാണ് സ്ട്രെസ്സൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ പലരും ഇപ്പോൾ വളരെ ബിസിയായിട്ട് ജോലി ചെയ്യുന്നവരാണ്. സമയമില്ലാതെ
ജോലിക്ക് വേണ്ടി ഓടി നടക്കുന്നവർ, ജോലിയുടെ സ്ട്രെസ്സ് അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല സ്ട്രെസ്സുകൾ, ഉത്കണ്ഠ, അതുപോലെയുള്ള ടെൻഷൻ കാര്യങ്ങളെല്ലാം മുടി കൊഴിച്ചിലിൻ്റെ വലിയൊരു കാരണമാണ്. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ട്രെസ്സ്, ടെൻഷൻ അല്ലെങ്കിൽ ഉത്കണ്ഠ അനുഭവപ്പെടുന്ന കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇത് കഴിഞ്ഞ് ഈ സ്ട്രെസ്സിൻ്റെയും ആങ്സൈറ്റിയുടെയും ഒക്കെ കഴിഞ്ഞ് 1-2 മാസം കഴിയുമ്പോഴാണ് പലപ്പോഴും നമുക്ക് മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയുമാണ് ഇതിൻ്റെ കാരണമെന്ന് അറിയില്ല. കാരണം ഈ സമയത്ത് നമുക്ക് ഉണ്ടാവാതെ അതിൻ്റെ കാലഘട്ടം 1-2 മാസം കഴിഞ്ഞിട്ട് ഉണ്ടാകുമ്പോൾ നമുക്കിതാണ് ഇതിൻ്റെ കാരണമെന്നുള്ളത് പലപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ പേഷ്യൻസുമായിട്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ അവരുടെ പഴയ ഹിസ്റ്ററികളെല്ലാം ചോദിക്കുമ്പോൾ, പഴയ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഇങ്ങനെയൊരു സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഇത് ഇങ്ങനെ ആങ്സൈറ്റി, ഉത്കണ്ഠയുള്ള ആൾക്കാരാണെന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അത് മുടി കൊഴിച്ചിലിന് വലിയൊരു കാരണമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അതിന് കൃത്യമായി മാനേജ് ചെയ്യാനും എങ്ങനെ സ്ട്രെസ്സ്, എങ്ങനെ ആങ്സൈറ്റി കുറയ്ക്കാമെന്നുള്ളതൊക്കെ നോക്കാം. അത് ഹോമിയോപ്പതിയുടെ മറ്റൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നതും അതുകൂടിയാണ്. നമ്മളെ ശാരീരിക അസ്വസ്ഥ്യങ്ങൾക്കപ്പുറത്തേക്ക് നമ്മൾ മാനസികമായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും നമ്മൾ ഹോമിയോപ്പതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. ഹോമിയോപ്പതി മരുന്നുകൾ ശാരീരികവും മാനസികവുമായിട്ടുള്ളൊരു നിങ്ങളുടെ എല്ലാ ലക്ഷണങ്ങളെയും കണക്കിലെടുത്താണ് നമ്മൾ ഹോമിയോപ്പതി മരുന്നുകൾ തരുന്നത്. അപ്പം അത് വലിയൊരു കാരണമാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഹോമിയോപ്പതി നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്നുള്ളതിന്. പിന്നെ മറ്റൊരു കാരണം നമ്മളെ സ്കാൽപ്പിൽ വരുന്ന ഡാൻഡ്രഫ്, അതുപോലെ ഈ വരണ്ട സ്കാൽപ്പുള്ളവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്കും ഈ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ളൊരു പ്രശ്നമാണ്. താരൻ മറ്റൊരു ടോപ്പിക് ആണെങ്കിൽ കൂടെ താരനുള്ളവർക്ക് തന്നെ താരനോടൊപ്പം തന്നെ മുടി കൊഴിയുന്നതായിട്ടും നമ്മുടെ ശ്രദ്ധയിൽ പലപ്പോഴും പെട്ടിട്ടുണ്ട്. അപ്പം ഇത്രയും കാരണങ്ങളാണ് നമുക്ക് കൂടുതൽ മുടി കൊഴിച്ചിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയപ്പെടുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ കാരണങ്ങളെ കൃത്യമായി മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ പെട്ടെന്ന് മുടി കൊഴിച്ചിൽ വരുമ്പോൾ തന്നെ അടുത്തുള്ള ഷോപ്പുകളിലോ അല്ലെങ്കിൽ പരസ്യങ്ങളോ കണ്ട് ഓയിൽ മേടിച്ച് തലയിൽ തേക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് ഒറ്റമൂലികൾ പരീക്ഷിക്കുന്നതോ ശാശ്വതമായൊരു പരിഹാരമല്ല. ഇതിൻ്റെ പ്രധാനമായ കാരണങ്ങൾ കൃത്യമായി നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് പോയി ബ്ലഡ് ടെസ്റ്റുകളിലൂടെയും ബാക്കിയുള്ള ടെസ്റ്റുകളിലൂടെയും ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രോഗങ്ങളുണ്ടോ, അതോ എന്തെങ്കിലും പോഷകാഹാരത്തിൻ്റെ, വൈറ്റമിൻ്റെ, പ്രോട്ടീൻ്റെ കുറവുകളുണ്ടോ എന്ന് കണ്ടുപിടിച്ച് ആ കാരണങ്ങൾ കൂടെ ചികിത്സിക്കുമ്പോൾ മാത്രമാണ് മുടി കൊഴിച്ചിൽ പൂർണ്ണമായി നമുക്ക് മാറ്റാൻ പറ്റുക. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് മുടി കൊഴിച്ചിലിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഇനി നമ്മൾ മുടി കൊഴിച്ചിലിൻ്റെ ചികിത്സയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു പ്രവണതയാണ്, ഇപ്പോൾ നമുക്ക് ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണിക്കും. ആ ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഷാമ്പുവോ അതല്ലെങ്കിൽ ഓയിൽമെൻറ്റുകളോ അല്ലെങ്കിൽ ഓയിലുകളോ എല്ലാം ഉണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യും, നമ്മളത് മറ്റ് കുടുംബാംഗങ്ങളുമായി ഷെയർ ചെയ്യും. പക്ഷേ ഇതിന് അതിൻ്റേതായ ഒരുപാട് ചീത്ത ഫലങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇതുപോലെ നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു ഓയിൽ, ഷാമ്പു നമ്മൾ കുടുംബാംഗങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു ഡോക്ടർ അവരുടെ തലയോട്ടിയുള്ള സ്കാൽപ്പിൻ്റെ ടൈപ്പുകളും അതിൻ്റെ കാരണങ്ങളും എല്ലാം കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ശരീരപ്രകൃതത്തിന് പറ്റിയൊരു മരുന്നാണ് ഡോക്ടർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അത് നിങ്ങൾ മറ്റൊരാളിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് അവരിൽ അത് മാറ്റം വരുത്താനും ചിലപ്പം അത് അവർക്ക് ചീത്തയായൊരു ഫലങ്ങൾ നൽകാനും കൂടുതലായി മുടി കൊഴിച്ചിൽ ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ തലയിൽ ഓയിൽ തേച്ചത് കൊണ്ടോ നമ്മൾ ഈ കാണുന്ന പ്രൊഡക്റ്റുകൾ തേച്ചത് കൊണ്ടോ മാത്രം മുടി കൊഴിച്ചിൽ മാറില്ല. നമ്മൾ പരസ്യത്തിൽ കാണുന്ന പല പ്രൊഡക്റ്റുകൾ, സ്പ്രേകൾ എല്ലാം മേടിച്ച് തലയിൽ തേച്ച് എല്ലാം ഒട്ടനവധി പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മാറ്റമില്ലാണ്ടാണ് പല രോഗികളും നമ്മളടുത്ത് വരുന്നത്. പക്ഷെ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കൊണ്ടൊന്നും മുടി കൊഴിച്ചിലിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവില്ല. കാരണം അതിൻ്റേതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഈ ഒരു ലക്ഷണം വെച്ച് മാത്രം ട്രീറ്റ് ചെയ്യാണ്. അവിടെയാണ് നമുക്ക് ഹോമിയോപ്പതിയിലേക്ക് വരുമ്പോൾ ഹോമിയോപ്പതിയിലെ വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. കാരണം ഹോമിയോപ്പതിയിൽ നമ്മൾ നിങ്ങളുടെ ലക്ഷണങ്ങൾക്ക് ഉൾപ്പെടെ നിങ്ങളുടെ മാനസികമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾക്ക് വ്യക്തിഗതമായൊരു ട്രീറ്റ്മെൻറ്റാണ് തരുന്നത്. അല്ലാതെ മുടി കൊഴിച്ചിൽ എന്നുള്ളൊരു ലക്ഷണത്തിന് ബാഹ്യമായി കണ്ടുകൊണ്ട് അതിന് മാത്രമുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിനുപരി ഒരു വ്യക്തി എന്ന നിലയിൽ, നിങ്ങളൊരു പൂർണ്ണമായൊരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ട പരിഹാരം എന്ന രീതിയിലാണ് നിങ്ങൾക്ക് മരുന്ന് തരുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മളെ ക്ലിനിക്കുകളിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ ഇതിന് ആവശ്യമായ എല്ലാവിധ ബ്ലഡ് ടെസ്റ്റുകളും, നിങ്ങൾക്ക് വൈറ്റമിൻ ഡി, നിങ്ങൾക്ക് പോഷകാഹാരത്തിൻ്റെ കുറവുകൾ,
പ്രോട്ടീൻസ്, ന്യൂട്രിയൻസ്, അതല്ലെങ്കിൽ മറ്റ് രോഗങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്വന്തമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ വ്യക്തിഗതമായൊരു മരുന്ന് കണ്ടെത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് എന്തെങ്കിലും സപ്ലിമെൻ്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ മരുന്നിനോടൊപ്പം തന്നെ അതേ സപ്ലിമെൻറ്റ് നമ്മൾ തരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമായ ഡയറ്റ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളൊക്കെ സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് ആങ്സൈറ്റിയെ മാനേജ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഉത്കണ്ഠകളെ മറികടക്കാം എന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുടികൊഴിച്ചിൽ, നിങ്ങൾ സ്ട്രെസ് അനുഭവപ്പെടുന്ന ഒരാളാണ്, അതിൻ്റെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നതുണ്ടെങ്കിലും നിങ്ങൾ മരുന്ന് കുടിക്കുന്നതിനൊപ്പം തന്നെ ആ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതിനുള്ള നമുക്ക് ഉള്ള എല്ലാ സേവനങ്ങളും ഉണ്ട്. നമ്മുടെ ക്ലിനിക്കിൽ തന്നെ ഹോമിയോപ്പതി സൈക്കോളജിസ്റ്റിൻ്റെ എല്ലാ ഇതുമുണ്ട്. അപ്പോൾ അവർ നിങ്ങൾക്ക് കൃത്യമായി അതിനുള്ള റൂട്ടീൻ, എന്തൊക്കെ മെഡിറ്റേഷൻ ചെയ്യണം, എങ്ങനെ നിങ്ങൾക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാം, അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെ മറികടക്കണം എന്നുള്ളതെല്ലാം കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരികയും അതിനുള്ളൊരു ഗൈഡൻസ് കൃത്യമായി തരികയും ഉണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കാൽപ്പിൻ്റെ ടൈപ്പ് ഏതാ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു ആവശ്യമാണ്. ഇപ്പോൾ സ്കാൽപ്പിൻ്റെ ടൈപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പുണ്ട്, വളരെ വരണ്ട സ്കാൽപ്പായിട്ട് വരുന്നവരുണ്ട്, ഓയിലി സ്കാൽപ്പുള്ളവരുണ്ട്, അതുപോലെ സെബോറിക് സ്കാൽപ്പുള്ളവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല സ്കാൽപ്പുകൾ ടൈപ്പുള്ളവരുണ്ട്. അപ്പോൾ ഇവരുടെ സ്കാൽപ്പ് ടൈപ്പ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഓയിലുകളും അതിനനുസരിച്ചുള്ള മരുന്നുകളും കണ്ടെത്തുക എന്നുള്ളത് ഒരു എക്സ്പേർട്ടായ ഡോക്ടറെ കൊണ്ട് മാത്രം നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഹെയർ കെയർ, നമ്മൾ മറ്റേത് ശരീരഭാഗങ്ങളും സൂക്ഷിക്കുന്ന പോലെ തന്നെ വളരെ കൂടുതലായിട്ട് ഹെയർ കെയർ അല്ലെങ്കിൽ ഹെയർ റൂട്ടീൻ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ കൃത്യമായി നിങ്ങളുടെ ഹെയറിന് എന്തൊക്കെ റൂട്ടീൻ ചെയ്യണം, എന്തൊക്കെ ഹെയർ കെയർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാനും നമ്മൾ പറയുന്നുണ്ട്. നിങ്ങളുടെ ഡയറ്റ്, എന്തെല്ലാം ഡയറ്റുകൾ നിങ്ങൾ ഫോളോ ചെയ്യണം, എന്തെല്ലാം ഫുഡുകൾ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതെല്ലാം നമുക്ക് ഇവിടുന്ന് കൃത്യമായി അഡ്വൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൽ ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഹോമിയോപ്പതിയിൽ നിങ്ങളുടെ വ്യക്തിഗത മാനസികമായ എല്ലാം കണക്കിലെടുത്ത് മരുന്ന് തരുന്നതിനുൾപ്പെടെ നിങ്ങൾക്ക് വേണ്ട ഹെയർ കെയർ, നിങ്ങളുടെ ഡയറ്റ്, നിങ്ങൾക്ക് വരുന്ന മാനസിക ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനുള്ള എല്ലാ സപ്പോർട്ട്, ഗൈഡൻസ്, അതിനുള്ള എളുപ്പവഴികൾ എന്തെല്ലാം, അതിനുള്ള ആക്ടിവിറ്റീസ് എന്തെല്ലാം, നിങ്ങൾ എന്തൊക്കെ എക്സസൈസ് ചെയ്യണമെന്നടക്കം കംപ്ലീറ്റ് ആയിട്ടൊരു പാക്കേജായിട്ടാണ് നമ്മളിവിടെ ഹെയറിനെ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ പൂർണ്ണമായൊരു കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റിലൂടെ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളെ കൂടാതെ അതിനെങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളിലൂടെ മാത്രമാണ് നമുക്ക് ഹെയർ ഫാളിനെ ഒരു വിധം വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയുന്നത്. ഹോമിയോപ്പതിയിലെ ഹെയർ ഫാൾ അല്ലെങ്കിൽ മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികൾക്കും വരുന്ന മുടികൊഴിച്ചിൽ വളരെ വ്യത്യസ്തമാണ്. ഒരേ കാരണങ്ങൾ കൊണ്ടായിരിക്കില്ല പലർക്കും മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നത്. എല്ലാ രോഗികൾക്കും പല പല കാരണങ്ങളോ പല റീസൺസ് ആയിരിക്കും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓരോ വ്യക്തിയുടെയും അവർക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ മൊത്തം നമ്മൾ ലിസ്റ്റ് ചെയ്യുകയും അത് മൊത്തം നമ്മൾ കേട്ടതിന് ശേഷം അവർക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കേട്ടതിന് ശേഷം അവരുടെ സ്വഭാവം എങ്ങനെയാണ്, അവരുടെ ശരീരപ്രകൃതം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് പല സംഭവങ്ങളോട് റിയാക്ട് ചെയ്യുന്നത്, അവർ പൊതുവെ എങ്ങനെയുള്ള ആളുകളാണ് എന്നുള്ള വ്യക്തിയുടെ മൊത്തം കാര്യങ്ങൾ, അവരുടെ പ്രകൃതം അടക്കം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ മരുന്നുകളാണ് വരിക. അത് അവരുടെ കാരണങ്ങളും ഇതുപോലുള്ള എല്ലാ ലക്ഷണങ്ങളും നമ്മൾ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ അതിനുള്ള മരുന്നുകൾ, ഇപ്പോൾ റെപ്പട്രി പോലെയുള്ള ഹോമിയോപ്പതിയിൽ റെപ്പട്രി പോലെയുള്ള ആശയങ്ങളുണ്ട്, നമുക്ക് സോഫ്റ്റ്വെയറുകളുണ്ട്. അതിൽ ഈ ലക്ഷണങ്ങളെ നമ്മൾ എത്തിക്കുകയും ആ ലക്ഷണത്തിൽ നിന്ന് ആ വ്യക്തിക്ക് അനുയോജ്യമായ ഏറ്റവും നല്ല മരുന്ന് ഏതാണോ എന്നുള്ളത് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഡയറ്റിൻ്റെ കാര്യങ്ങളും അതാണ്. നമുക്ക് ബ്ലഡ് ടെസ്റ്റുകളും ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ അവർക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉള്ളതല്ല, അവർക്ക് ഉണ്ടായിരിക്കുന്ന പോഷകാഹാര കുറവുകളെല്ലാം കണ്ടെത്തിയതിന് ശേഷം അവർക്ക് വേണ്ട ഡയറ്റുകളെല്ലാം നമ്മൾ ഇവിടുന്ന് തന്നെ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. പൊതുവെ അവർ ഫോളോ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും, അഡ്വൈസുകളെല്ലാം നമ്മൾ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് ഫുള്ളി ഏബിളായിട്ട് അവർക്ക് എങ്ങനെ ഇതിനെ മരുന്നിനപ്പുറത്തേക്ക്, മരുന്ന് കഴിക്കുന്നതിനും ഓയിൽ പുരട്ടുന്നതിനും അപ്പുറത്തേക്ക് എങ്ങനെ അവരുടെ ജീവിതചര്യകളിൽ കൂടി മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇതുപോലുള്ള ടെൻഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളത് കൂടി നമ്മൾ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തമായിട്ടുള്ളൊരു പാക്കേജിലൂടെയാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ ഇപ്പം നമ്മുടെ ക്ലിനിക്കുകളിലൊക്കെ ഈ മുടികൊഴിച്ചിലിനെ ട്രീറ്റ് ചെയ്യുന്നത്. മുടികൊഴിച്ചിലിനോടൊപ്പം തന്നെ ഒരുവിധം എല്ലാ ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് താരൻ. ഇപ്പോൾ നമുക്ക് 50%, ഇപ്പോൾ 100-ലൊരു 50 പേര് എടുത്തു കഴിഞ്ഞാൽ 50 പേർക്കും താരൻ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ കണക്കുകൾ പലതും പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ താരൻ എല്ലാവരെയും
ബുദ്ധിമുട്ടിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. പക്ഷേ താരനെ നമ്മൾ പലപ്പോഴും കാണുന്നത് മറ്റൊരു രീതി. ചില ആൾക്കാർക്ക് വരണ്ട സ്കാൽപ്പുള്ള ആളുകൾക്ക് പലപ്പോഴും ഇതുപോലെ താരൻ്റെ അതേ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. വെള്ള പൊടി പോലെ ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ നല്ല ചൊറിച്ചിൽ, തലയിൽ നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടുക, തല മുടി ചീകുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ തലയോട്ടിൽ ഇങ്ങനെ നമ്മൾ മുടി കൈകൊണ്ട് തൊടുന്ന സമയങ്ങളിലൊക്കെ വെള്ള പൊടി പോലെ നമ്മളെ ഷോൾഡറിൽ അല്ലെങ്കിൽ ഇങ്ങനെ വികുന്നത് കാണാം. നമുക്ക് ഡാർക്ക് കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളപ്പൊടി നമ്മുടെ ദേഹത്ത് ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ ആയിട്ട് പലപ്പോഴും കാണാറുണ്ട്. ഇത് 2 കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. ഡാൻഡ്രഫ് കൊണ്ടും ഉണ്ടാകാം, അല്ലെങ്കിൽ വരണ്ട സ്കാൽപ്പിലുള്ള ഡ്രൈ സ്കാൽപ്പ് കൊണ്ടും ഉണ്ടാകാം. അപ്പോൾ അതിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഡാൻഡ്രഫിൻ്റെ മെയിനായിട്ടുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. അപ്പോൾ തലയിലുള്ള സെബേഷ്യസ് ഗ്ലാൻഡുകൾ ചെറുതായിട്ടൊരു ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളെ മുടിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും മുടിയുടെ നോർമലായിട്ടുള്ള ഫംഗ്ഷനെല്ലാം ഈ ഓയിൽ വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ ഓവർ പ്രൊഡക്ഷൻ എല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും ഡാൻഡ്രഫ് ഉണ്ടാകുന്നത്. ഈസ്റ്റ്, അതുപോലെ ഫംഗൽ ഇൻഫെക്ഷനായിട്ട് നമുക്ക് ഡാൻഡ്രഫ് കാണാറുണ്ട്. ചില ഫംഗൽ ഇൻഫെക്ഷൻസുകൾ ഉണ്ടായിട്ടും ഡാൻഡ്രഫുകൾ ഉണ്ടാകാറുണ്ട്. തലയിൽ മാത്രമല്ല, ചിലർക്ക് ഡാൻഡ്രഫുകൾ നമുക്ക് പിരികത്തിൽ, താടിയിൽ, ചെവിയുടെ പുറകിലൊക്കെ ആയിട്ട് ഈ ഡാൻഡ്രഫുകളുടെ പ്രശ്നങ്ങളായിട്ട് ചൊറിച്ചിൽ കൂടുതലായിട്ട് വരുന്ന പല വ്യക്തികളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പല തലത്തിലാണ് ഇത് നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ താരനാണെന്ന് അല്ല, ചില താരനുണ്ട്, ചിലത് താരനാണ്, ചിലത് വരണ്ട ചർമ്മങ്ങളാണ്, ചിലത് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നൊരു കണ്ടീഷനുണ്ട്. അതും താരനെ പോലെ തന്നെയാണ്. വളരെ ബുദ്ധിമുട്ടാണ് താരനും സെബോറിക് ഡെർമറ്റൈറ്റിസും തമ്മിൽ വ്യത്യാസപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഹോമിയോപ്പതിയിൽ വളരെ ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ട്. ഇതിനെ കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് പല ചികിത്സകളും പല ഓയിലുകളും പല മറ്റ് പൊടിക്കൈകളും ഒക്കെ നോക്കിയിട്ട് മാറാത്തൊരു അസുഖമാണ് താരൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് എന്തെല്ലാമാണ് നമ്മൾ തെറ്റായി ചെയ്യുന്നത്, എന്തെല്ലാമാണ് നമ്മൾ ശരിയായി ചെയ്യുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം താരൻ്റെ കേസുകൾ, ഇങ്ങനെയുള്ള ഓവർ പ്രൊഡക്ഷൻ, ഇത് താരൻ തന്നെയാണോ അതോ വരണ്ട ചർമ്മമാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായി ഒരു ഡോക്ടറുടെ അടുത്ത് പോയി അവരിലൂടെ തന്നെ, ഒരു എക്സ്പേർട്ടിൻ്റെ ഗൈഡൻസിലൂടെ തന്നെ നമ്മളത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഇതിന് നമുക്ക് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ സ്കാൽപ്പ് ടൈപ്പ് എന്നുള്ളത്. ഏത് തരത്തിലുള്ള സ്കാൽപ്പാണ് നമുക്കുള്ളത്? നമുക്ക് വരണ്ട സ്കാൽപ്പാണുള്ളത്, അതോ ഓയിലി സ്കാൽപ്പാണോ ഉള്ളത്, മിക്സ്ഡ് ആയിട്ടുള്ള സ്കാൽപ്പാണോ ഉള്ളത്, അല്ലെങ്കിൽ സെബോറിക് സ്കാൽപ്പാണോ നമുക്കുള്ളത്? ഇങ്ങനെയുള്ള 4 തരത്തിലുള്ള സ്കാൽപ്പുകൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ വരണ്ട സ്കാൽപ്പുള്ള ആളുകളിൽ യൂസ് ചെയ്യുന്ന ഓയിൽസ്, അതുപോലെ അവരിൽ യൂസ് ചെയ്യുന്ന ഷാമ്പൂസ്, അത് യൂസ് ചെയ്യേണ്ട സമയം, അതിൻ്റെ ഇൻ്റർവെല്ലുകളിലെല്ലാം വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടർക്ക് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പം അവിടെയും നമുക്ക് ഹോമിയോപ്പതിയിൽ വലിയൊരു സ്കോപ്പുള്ളൊരു ഏരിയയാണ് താരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതുപോലെ തന്നെ സ്ട്രെസ്സ് വലിയൊരു ഘടകമാണ്. സ്ട്രെസ്, ആങ്സൈറ്റി ഒക്കെ ഉള്ളവർക്ക് മുടികൊഴിച്ചിലിനോടൊപ്പം തന്നെ വരുന്നതാണ് കൂടുതലായിട്ട് ഈ താരൻ എന്നുള്ളത്. അപ്പം ഇതിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സ്ട്രെസ്സിനെ നമ്മൾ വളരെ വളരെ വിദഗ്ധമായി തന്നെ അഡ്രസ്സ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഹോമിയോപ്പതിയിൽ നമ്മൾ താരൻ്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ ഓയിലുകളെല്ലാം തരുന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ സ്കാൽപ്പിന് എങ്ങനെയാണ് നിങ്ങളുടെ സ്കാൽപ്പ് ടൈപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഓയിലുകൾ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓയിലുകളായിരിക്കും. നമ്മൾ തന്നെ ക്ലിനിക്കുകളിൽ ഓയിലിൽ ഹോമിയോപ്പതി മരുന്നുകൾ ചേർത്തിട്ടുള്ള മെഡിക്കേറ്റഡ് ഓയിലുകളായിരിക്കും ഷാംപൂസ് തരുന്നുണ്ടാകും. അതിനൊപ്പം ഉള്ളിലേക്ക് പുറമേ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉള്ളിലേക്കുള്ള കഴിക്കേണ്ടതായിട്ടുള്ള മെഡിസിൻ എടുക്കേണ്ടതുണ്ട്. ആ മെഡിസിനും നിങ്ങൾക്ക് തരുന്നത് ഇതുപോലെ വ്യക്തിഗതമായിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ശരീരപ്രകൃതം അടക്കം നോക്കി നിങ്ങൾക്ക് ഒരു വ്യക്തിക്കുള്ള മരുന്ന് എന്ന രീതിയിലാണ്, രോഗത്തിനുള്ള മരുന്ന് എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിക്കുള്ള മരുന്ന് എന്ന രീതിയിലാണ് ഹോമിയോപ്പതിയിൽ നമ്മൾ പലപ്പോഴും ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തിക്കുള്ള മരുന്ന് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ വ്യക്തിക്കുള്ള ഉള്ളിലേക്ക് കഴിക്കാനുള്ള മരുന്ന്, അതിനോടൊപ്പം തന്നെ പുറമെ പുരട്ടാനുള്ള മരുന്ന്, അതിനോടൊപ്പം തന്നെ അവർ ഫോളോ ചെയ്യേണ്ട ഡയറ്റ് കാര്യങ്ങൾ, അവർക്ക് എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യാമെന്നുള്ളത്. ഇത് വലിയൊരു സമ്മർദ്ദം, പലപ്പോഴും ഈ ഡാൻഡ്രഫ് എന്നുള്ളതൊരു മാനസിക സമ്മർദ്ദമായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇങ്ങനെ പബ്ലിക്കുകളിലൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് ഒരു വലിയൊരു മാനസിക സമ്മർദ്ദമായിട്ട് നമുക്ക് അതൊക്കെ നമുക്ക് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്ന വലിയൊരു കാര്യമാണ്. മറ്റ് സിസ്റ്റങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹോമിയോപ്പതിക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് പുറത്തുനിന്ന് മരുന്നുകൾക്ക് അപ്പുറം ഉള്ളിലേക്കുള്ള നിങ്ങൾക്ക് ഹോർമോണലായിട്ടുള്ള വ്യത്യാസങ്ങളോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ എല്ലാം നമുക്ക് അകത്തേക്ക് കഴിക്കുന്ന മരുന്നുകളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാമെന്നുള്ളത് വലിയൊരു കാര്യമാണ്.
അപ്പോൾ അത് നമ്മൾ ഹോമിയോപ്പതിയിൽ മാത്രം ചെയ്യുന്നൊരു കാര്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. വ്യക്തിഗത ചികിത്സ എന്നുള്ളത് ഇപ്പം നമ്മൾ ഹോമിയോപ്പതി ഡോക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഒരു രോഗത്തിനുള്ള മരുന്ന് അല്ലെങ്കിൽ ഒരു അസുഖത്തിനുള്ള മരുന്ന് എന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ പൂർണ്ണമായും നിങ്ങളൊരു വ്യക്തിയെ കൺസിഡർ ചെയ്ത് ആ വ്യക്തിക്കുള്ള മരുന്ന് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് വ്യക്തിഗതമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ രോഗങ്ങളും കുറയുന്നതായിട്ട് കാണാം. ഈ ഡാൻഡ്രഫിനെ നമ്മൾ വലിയൊരു രോഗമായി കണ്ട് അങ്ങനെ പേടിക്കേണ്ട ഒരു അസുഖമായിട്ടല്ല കാണേണ്ടത്. സെബോറിക് ഡെർമറ്റൈസ് അല്ലെങ്കിൽ സ്കാൽപ്പിൽ വരുന്ന സോറിയാസിസ് ഒക്കെ കുറച്ചുകൂടി ഒരു മെഡിക്കൽ കണ്ടീഷനായിട്ട് നമുക്ക് പറയാം. ബാക്കിയെല്ലാം നമുക്ക് മാനേജ് ചെയ്യാവുന്നത് കൊണ്ട് നമ്മുടെ ലൈഫ് ചെറിയ ചെറിയ മാറ്റങ്ങൾ, മരുന്നുകൾ, ഓയിൽ കൊണ്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള കൃത്യമായൊരു എക്സ്പേർട്ട് ഗൈഡൻസോട് കൂടി നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ ഓവറായിട്ട് ഭയപ്പെടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഡോക്ടറോട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ദ ക്യൂർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോപ്പതി ക്ലിനിക്കിൽ കോഴിക്കോട് ഒളവണ്ണയിൽ കൂടാതെ മറ്റ് 9ഓളം ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.